ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്കിംഗ് ഒന്നും വീട്ടിൽ വല്ലാണ്ടില്ല. കഞ്ഞി മാത്രമാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ പനിയും മാറിയപ്പോൾ ഇന്ന് നല്ല കുശാലായിട്ട് ചോറും കറിയും മീനും എല്ലതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അമ്മയ്ക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ ഫുൾ കുക്കിങ്ങും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുറ്റത്ത് ഭയങ്കര കരടായിരുന്നു. ഞങ്ങൾക്ക് രണ്ട് സൈഡിലും മാവുണ്ട്, പിന്നെ ഒരു റംബൂട്ടാൻ്റെ മരമുണ്ട്, പിന്നെ ഈ പൊമഗ്രനേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മരമുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ കരട് ചില്ലറൊന്നുമല്ല. അപ്പോൾ എല്ലാം കൂടെ അടിച്ച് വാരി വന്നപ്പോൾ ചായ കുടിക്കാൻ ഇന്നലെ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറിയും പൊറോട്ടയും ചെമ്മീൻ പൊരിച്ചതും ചിക്കൻ റോസ്റ്റുമാണ് ഒക്കെ ഇന്നലത്തെ ആട്ടോ. പിന്നെ അതൊക്കെ ചായ കുടിച്ച് വന്നപ്പോൾ ഞങ്ങൾ ഉണക്കാൻ വേണ്ടി നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഉണക്കൽ മുറ്റത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, ചകിരിയും സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ കാവലിരിക്കുകയാണ് അതിന്. ഞങ്ങളിപ്പോൾ മെയിനായിട്ട് കൂടുതലും ഉണക്കൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാറില്ല. അച്ഛന് കൊടുത്തയക്കാനൊക്കെ ഉള്ളതേ പുറത്തുനിന്ന് ബൾക്കായിട്ട് വേണ്ടത് മാത്രമേ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കി വന്നപ്പോഴത്തേനും ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ. ചോറിനും പിന്നെ ഫ്ലാസ്കിലേക്ക് എടുക്കാനുള്ള വെള്ളവും രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ അത് ഗ്യാസിൽ വെച്ച ടൈമിൽ ഞാൻ ഇന്ന് മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇന്നും നാളെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വെള്ളരിക്കൊക്കെ അരിഞ്ഞു. എനിക്ക് ഫോണ് പിടിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് തന്നെ, പിന്നെ എൻ്റെ കയ്യിലുള്ള റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡ് കേടാണ്. അപ്പോൾ ഞാൻ ഫോണൊരു സൈഡിൽ വെച്ചിട്ട്, അപ്പോൾ ആ ഒരു ക്യാമറ കാണുന്ന രീതിക്ക് നമുക്ക് എടുക്കണമല്ലോ. അപ്പം ഞാനത് ആ ഒരു സൈഡിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ വെള്ളരിക്കേൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാനത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതൊരു ചട്ടിയിൽ ഈ വെള്ളരിക്കയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചേർക്കുന്ന ടൈമിൽ കുറച്ച് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുറച്ച് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും ഞാൻ തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. ഇനി ഒരു അരമുറി തേങ്ങ ഫുള്ള് ചിരകിയിട്ടുണ്ട്, പക്ഷെ ഒരു 2 പിടി തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു അരമുറി ഫുള്ള് ഇട്ടിട്ടില്ല, ഒരു 2 പിടി ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലോട്ട് ഒരു 5 ചെറിയ ഉള്ളി, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കറിയിൽ കുറച്ച് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ ഇതിൽ തേങ്ങയിലും ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ചെറിയ ജീരകം, പിന്നെ അത് അരയ്ക്കാൻ പാകമായിട്ടുള്ളൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കണം. ഇങ്ങനെ മഷി പോലെ അരച്ചിട്ട് വരണം കേട്ടോ. വെള്ളരിക്ക ഓൾറെഡി തിളച്ച് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ ഈ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ ഒരു തേങ്ങ നന്നായിട്ട് തിളച്ച് വരണം. അത് തിളയ്ക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടച്ച് വെക്കേണ്ടവർക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ഒഴിച്ചപ്പോഴാണ് മഞ്ഞൾപ്പൊടി കുറച്ച് കുറവുള്ള പോലെയൊക്കെ തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും കുറവായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തേങ്ങ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ തിളയ്ക്കുന്ന ടൈമിലാണ് ഇപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഞാൻ കുറച്ച് ഫ്ലാസ്കിലോട്ട് മുക്കി വയ്ക്കുകയാണ്. നമുക്ക് ചൂടുവെള്ളം എപ്പോഴും ആവശ്യമല്ലേ. അപ്പോൾ ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് ഫ്ലാസ്കിൽ വെള്ളം നിറച്ച് വെക്കുകയാണ്. അപ്പോൾ ഫ്ലാസ്കിൽ വെച്ചതിന് ശേഷം ഞാൻ അരി കഴുകിയിടുകയാണ് കേട്ടോ. അപ്പോൾ അരി ഞാനൊരു 2-3-4 വട്ടം കഴുകിയിട്ട്, എനിക്ക് ആ വെള്ള കളർ ഉണ്ടല്ലോ നമ്മൾ അരി കഴുകുമ്പോൾ, അത് കംപ്ലീറ്റ് പോയിട്ട് വൈറ്റ് കളറാവണം. നമ്മൾ വെള്ളത്തിൻ്റെ ഒരു കളറില്ല, അതന്നെ ആവണം. അതുവരെ ഞാൻ കഴുകും. അപ്പോൾ അതങ്ങനെ കഴുകിയിട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേനും നമ്മുടെ മോരുകറി ഉണ്ടല്ലോ, അത് തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ചൂടോടെ നമ്മൾ അതിലോട്ട് മോര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി പിരിയും. അപ്പോൾ അതിനേക്കാൾ നല്ലത് തിളയ്ക്കുന്ന ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ, ചൂടാറി വരുന്നൊരു ടൈമുണ്ട്, പക്ഷെ നല്ല ചൂടാറാനും പാടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മോരൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു അരി കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് അത് തിളച്ചപ്പോൾ ഞാൻ ഗ്യാസിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിത് പുളിയൊക്കെ നോക്കിയിട്ട് തൈര് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉലുവയില്ലേ നമ്മുടെ, ആ ഉലുവേൻ്റെ ഒരു നുള്ളു ഉലുവയും കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്
ഇതായി വരുമ്പോൾ പൊട്ടി വരും, ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത്ര ഉള്ളൂ വറവിടാൻ. ഇതിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇടേണ്ടവർക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആ വറവിലിട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് വരും. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിം, നല്ല ഫ്ലെയിമുള്ളൊരു ഗ്യാസിലാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കരിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ അതാ ഞാൻ ചോറൊക്കെ വാർത്ത് വെച്ചു. പിന്നെ മീൻ നന്നാക്കുമ്പോൾ ഒരു ചെറിയ ടിപ്പാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ മാന്തൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മീനെന്നല്ല, ഏത് മീനായാലും നമ്മൾ കത്തി കൊണ്ടല്ല അതിൻ്റെ ആ ചെളുക്കുണ്ടല്ലോ, ചെളുക്ക കളയുന്നത്. പക്ഷെ ഞാൻ കളയുന്നത് കത്തി കൊണ്ടല്ല. ഞാൻ കാണിച്ചത് ഇതേപോലെ മാന്തലിൻ്റെ മറ്റേ ഈ വെളുത്ത ഈ സൈഡാണല്ലോ നമ്മൾ ചെളുക്ക കളയണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനത്തെ ഗ്രേറ്റർ ഇല്ലേ, ചെറുതോ, എൻ്റെ കയ്യിൽ ചെറുതാണ് ഉള്ളത്, വലുത് വെച്ച് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഈ ചെറുത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരതി കൊടുക്കുക. അതാകുമ്പോൾ നമ്മുടെ മേത്ത് ചെളുക്കാവത്തേയില്ല, ഒരു പൊടിക്ക് പോലും മേത്തും ചെളുക്കാവില്ല. മീനിന് ചുറ്റുപുറം നമ്മൾ മീൻ നന്നാക്കുന്നതിൻ്റെ ചുറ്റുപുറം ചെളുക്ക ആവാണ്ട് നല്ല വൃത്തിക്ക് ചെളുക്ക പോയിട്ട് നമ്മൾ മീൻ കിട്ടും, നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ചെളുക്ക മൊത്തം ആ ഒരു ഇതുമ്മലേ ആവത്തുള്ളൂ, നമ്മുടെ മേത്താവില്ല, കയ്യമ്മയ്ക്ക് തെറിക്കില്ല. ഒന്ന് നമ്മൾ കത്തി വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കത്തി, മേത്ത്, നമ്മളെ മേലും കയ്യമ്മലും പിന്നെ ആ സൈഡിലും ചുറ്റുവട്ടത്തൊക്കെ ആവും, തെറിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എവിടെയും തെറിക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. മാന്തൽ മാത്രമല്ല, നമുക്ക് മത്തി ചെയ്യാൻ പറ്റും, അയല ചെയ്യാൻ പറ്റും. അങ്ങനെ ചെളുക്കുള്ള ഒട്ടുമിക്ക എല്ലാ മീനും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുമ്പോഴൊക്കെയാണ് മീൻ നന്നാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കുളിച്ച് വന്നതിന് ശേഷമൊക്കെ മീൻ നന്നാക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ മേത്താവും എന്ന് വിചാരിച്ചിട്ട് ഇനി നന്നാക്കാണ്ടിരിക്കേണ്ട, ഇത് നല്ലൊരു ടിപ്പാണ്. പിന്നെ അതിൽ വലിയ വലിയ മീനുകൾ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പറ്റ ചെറുത് കുറച്ച് മുളകിടാനും കുറച്ച് കറിക്കും വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് വറക്കാനുള്ളത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിൽ ഫസ്റ്റ് ഞാൻ ഒഴിക്കുന്നത് സുർക്കയാണ്. സുർക്കയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, കാരണം ചെറിയ അനിയന് മാന്തൽ വറുത്തത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എരിവുണ്ടെങ്കിൽ തീരെ തിന്നൂല. അപ്പം ഞാൻ പിന്നെ കാശ്മീരി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിക്ക് വെക്കുക ചെയ്തത്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിക്ക് കൊണ്ടുവയ്ക്കുക കേട്ടോ ചെയ്തത്. പിന്നെ മീൻ വറ്റിക്കാൻ വേണ്ടിയിട്ട്, മുളകിടാനല്ല വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കുത്തിയിട്ടേ ഉള്ളൂ, ഓവർ ചതയ്ക്കാനോ അരയ്ക്കാനോ നിന്നിട്ടില്ല. ഇടികല്ലുകൊണ്ട് ഒരൊറ്റ കുത്തിയേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് കളറിന് മുളക് പൊടി എരിവുള്ളതുകൊണ്ട് 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കളറ് അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചേർക്കുക ചെയ്തത്. അതാകുമ്പോൾ കളറും ഉണ്ടാവും, നമുക്ക് എരിവും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തത്. മീനൊക്കെ വറ്റിക്കുമ്പോഴായാലും കറി വയ്ക്കുമ്പോഴായാലും നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ ചേർത്തന്നേ ഉള്ളൂ. പിന്നെ പുളിവെള്ളമാണ്. പുളിവെള്ളം ഞങ്ങളിങ്ങനെ പിഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. ഇത് കേട് വരില്ല, എന്നുവെച്ചാൽ ഒരു 2 ആഴ്ചത്തോളം നമുക്ക് കേട് വരാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്നൊരു വലിയ 2 സ്പൂണ് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കണം, സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താലും ആ ഒരു ടേസ്റ്റ് വരില്ല. നമ്മൾ ആ തക്കാളീൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് ആ ഒരു ഗ്രേവി വരും കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം, ഒരു മസാല തക്കാളിയൊക്കെ വേവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഞാനത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചിട്ട് ഇങ്ങനെ കുറുകി വരണം. ഇപ്പം തന്നെ നമുക്ക് മീനിട്ട് കൊടുക്കണ്ട. ഇങ്ങനെ കറി പോലെ എടുക്കാനാണെങ്കിൽ ഒന്നുണ്ട് തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കുക. മാന്തളിനധികം വേവില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രേവി അധികം ഇല്ലാണ്ട് വറ്റിച്ചെടുക്കാനാണ്. അപ്പം ഞാനത് അടച്ച് വെച്ചതാ മസാല ഒക്കെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് മീനിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് ഞാൻ ഒഴിച്ചത് 1/2 ഗ്ലാസ്സാണ്. അതിലും കുറവായിട്ടാണ് വെള്ളം വന്നിട്ടുള്ളത്. മസാല നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ മീനിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മീനും നമ്മൾ ഇട്ട് കൊടുത്ത പാട് മീൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഉടയില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ മാന്തലൊക്കെ അറിയാമല്ലോ, പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഏതൊരു മീനായാലും വേഗം ഉടയും. അപ്പോൾ ഇട്ടപാട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു
മസാല ഇങ്ങനെ മൂടി നിൽക്കുന്ന രീതിക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കേണ്ടവർക്ക് അടച്ച് വെക്കുക. പക്ഷെ ഞാൻ അടച്ച് വെക്കണില്ല. ഇനി ഇതിപ്പോൾ സിമ്മിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക ചെയ്യുക. മാന്തൽ ഒരു 5 മിനിറ്റ് മതി വേവാൻ. പക്ഷേ ഒന്നും കൂടി പറ്റിച്ചെടുക്കാനാണ് ഞാൻ, വറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് അടച്ച് വയ്ക്കുകയാണ്. ഈ ലാസ്റ്റ് സ്റ്റേജിൽ കരിവേപ്പിൻ്റെ ഇലയും നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ അവിടെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു. ഒരു എന്താ പറയുക, കറി വറവിട്ടപ്പോഴും മീൻ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഗ്യാസിലൊക്കെ മൊത്തം തെറിച്ച് അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഈവനിങ് ആയപ്പോൾ വിളക്ക് കത്തിക്കാനുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിച്ചു. വന്നപ്പോൾ ഞാൻ കുക്കറിൽ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് 1 മതി എന്ന് പറഞ്ഞപ്പോൾ 3 ഞാനും കഴിച്ചു, 1 അമ്മയും കഴിച്ചു. അപ്പോൾ വൈകുന്നേരം TV ഒക്കെ കണ്ട് ഞാനും അമ്മയും കൂടെ പഴവും പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ചായ രാവിലെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൽ 2-3 ഗ്ലാസ് ബാക്കിയുള്ളപ്പോൾ അത് ചൂടാക്കി. അപ്പോൾ ഞാനും അമ്മയും കൂടെ അവിടെ അത് കഴിക്കായിരുന്നു. പിന്നെ അത് റോബസ്റ്റ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അമ്മ അത് ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ വീഴാനായപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്ക് ഉപ്പേരി കൈപ്പങ്ങയാണ്. അപ്പോൾ രാത്രി ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കും അമ്മയ്ക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മറ്റ് 2 ആൾക്കാരും കൈപ്പങ്ങ കഴിക്കില്ല. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ. ഇത് ഞങ്ങൾ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേട് വരില്ല. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ വരും, ഒരു പൂപ്പൽ വരും. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ചെറിയുള്ളി ഒന്ന് വാടി വരണം. അതായത് അതിൻ്റെ കളർ ഒന്ന് കണ്ട് ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈപ്പങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈപ്പങ്ങ ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അത് ആവിയിൽ കിടന്ന് വേവണമല്ലോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഏതൊരു ഉപ്പേരിയും നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്നതിനേക്കാളും നല്ലത് അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ്. പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും, ആവി വെള്ളം ഇറങ്ങിയിട്ട് വേറൊരു നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാനത് സിമ്മിലിട്ടിട്ട് അവിടെ TV കണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ പനിയൊക്കെ മാറിയതിന് ശേഷമുള്ള ഒരു കംപ്ലീറ്റ് കുക്കിംഗ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.